നമസ്കാരം. അങ്ങനെ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോ ഇവിടെ അടി കിട്ടിയത് മറ്റാർക്കുമല്ല, നമ്മൾ മുമ്പേ അറിഞ്ഞതുപോലെ, നമ്മൾ വീഡിയോ ഇട്ടതുപോലെ, നമ്മുടെ ഇത്തിരി അഹങ്കാരത്തിനുള്ള ചുട്ട മറുപടി എന്ന് പറഞ്ഞതുപോലെ എന്താണ്, ഹാർദിക് പാണ്ഡ്യക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ തന്റെ ബോഡിയൊക്കെ കാണിച്ചിട്ടുള്ള, ഞാൻ ഫിറ്റ്നസ്സിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ബോഡിയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു ഇൻസ്റ്റയില്. എന്തായാലും ഗംഭീർ വന്നിട്ട് അങ്ങനെ ഗംഭീരമായ ഒരു തുടക്കം. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു റബ്ബർ സ്റ്റാൻഡ് ആവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തീരുമാനം എന്താണ് അത് കൃത്യമായിട്ട് നടത്തി എടുക്കുമെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആരാണ്? ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കും എന്നുള്ളതാണ്. ഗംഭീർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പ്ലെയേഴ്സിനെ അല്ല വേണ്ടത്, എനിക്ക് ഇന്ത്യയാണ് വലുത്, ഇന്ത്യ ജയിക്കണമെന്നുള്ളത്. അതുപോലെ അഹങ്കാരവും ഈ പറഞ്ഞ സ്വച്ഛാധിപത്യം പോലുള്ള ഞാനാണ് വലുത്, ഞാൻ പറയുന്നത് നടക്കണം എന്നുള്ളവരെയൊന്നും എനിക്ക് വേണ്ട എന്നുള്ള പിന്നീട് ഈ പറയുന്ന ഗൗതം ഗംഭീറിന്റെ ആ ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇപ്പോ ക്യാപ്റ്റനായി വന്നിരിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ സ്കൈ സൂര്യകുമാർ യാദവിനെ T20 ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നു. അത് ഈ പറയുന്ന ശ്രീലങ്കൻ പര്യടനത്തിന് മാത്രമല്ല, അടുത്ത T20 വേൾഡ് കപ്പ് വരെ, അതായത് 1.5 കൊല്ലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന T20 വേൾഡ് കപ്പ് നമുക്ക് ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്നത്, അവിടെ അതുവരെ ആരായിരിക്കും ക്യാപ്റ്റൻ? ഈ പറയുന്ന സൂര്യകുമാർ യാദവ് ആയിരിക്കും ക്യാപ്റ്റൻ. ഇവിടെ അടി കിട്ടിയത് ആർക്കാന്ന് വെച്ചാൽ മുംബൈ ഇന്ത്യൻസിന് നല്ലൊരു അടി കിട്ടി. രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് ഭാവിയിലെ ക്യാപ്റ്റനാണ് ആര്? നമ്മുടെ ഹാർദിക് പാണ്ഡ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി എടുത്തു. അവിടെ ആരെന്റെ സ്കൈ ഉണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ ക്യാപ്റ്റൻ അവന്റെ കീഴിൽ കളിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ എന്തായാലും 8ന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 പണിയാണ് ഹാർദിക് പാണ്ഡ്യക്ക് കിട്ടിയിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ ടീമിലുണ്ട്, വൺഡേയിലും ഉണ്ട്, T20യിലുണ്ട്. പക്ഷെ ക്യാപ്റ്റനും അല്ല, വൈസ് ക്യാപ്റ്റനും അല്ല. വൈസ് ക്യാപ്റ്റൻ ഇവിടെ വളരെ സർപ്രൈസ് ആയിട്ട് കിട്ടിയത് ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗില്ലിനെ T20യിലും ഈ പറയുന്ന വൺഡേയിലും വൈസ് ക്യാപ്റ്റൻ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു ഇത്. കാരണം ശുഭ്മാൻ ഗില്ലിനെ കൂടുതൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഭാവിയിലെ ഒരു ക്യാപ്റ്റനായിട്ട് അവർ കാണുന്നത് മറ്റാരുമല്ല ശുഭ്മാൻ ഗില്ലിനെ ആണ് എന്നുള്ളതാണ്. അപ്പോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലെ നമുക്ക് ഈ പറയുന്ന കുറച്ച് 1-2 പേര് ഇത് എടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും നമുക്ക് T20 സ്ക്വാഡ് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ, സൂര്യകുമാർ യാദവ് സ്കൈ ക്യാപ്റ്റൻ, അടിപൊളി, വളരെ സൗമ്യമായിട്ട് കളിക്കാൻ 1-2 കളി നമ്മൾ കണ്ടായിരുന്നു. ക്യാപ്റ്റൻസി വഹിച്ചു നല്ല രീതിയിലുള്ള, നമ്മളെ ഞെട്ടിക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മൂവ്മെന്റ് ഒക്കെ ചെയ്തതായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, ബെസ്റ്റ് ഓഫ് ലക്ക് സൂര്യ, അടിച്ച് പൊളിക്കട. അടുത്ത ശുഭ്മാൻ ഗില്ല് ഉണ്ട്, യശസ്വി ജയ്സ്വാൾ അല്ലെ. അപ്പം അതായത് ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളുമാണ് എന്തായിരുന്നത് T20യിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. റിങ്കു സിംഗ് ആസ് എ ഫിനിഷർ ആയിട്ട് റിങ്കു സിംഗ്. റിയാൻ പരാഗ് വൺഡേയിലുണ്ട്. ഇവൻ എന്തിനാണ് റിയാൻ പരാഗിനെ എടുക്കുന്നുള്ളത് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഇപ്പൊ നടന്ന സംഭവത്തിലൊന്നും വലുതായിട്ട് കളിച്ചതായിട്ടും തോന്നുന്നു. പക്ഷെ റിയാൻ പരാഗിനെ ഇവർ എടുത്തിട്ടുണ്ട്, എന്തോ ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ല എനിക്ക് മേളിലുണ്ടടാ പിടി എന്ന് പറയുമ്പോൾ എന്തോ നല്ല പിടി ആരെടുത്തുണ്ട്, ഗംഭീറിന്റെ അടുത്തുണ്ടെന്നാണ് എനിക്കിതിന് മനസ്സിലാവുന്നത്. പിന്നെ ഋഷഭ് പന്ത് അറിയാലോ, തിരിച്ചു വന്നു. സഞ്ജു സാംസണും എന്ത് ചെയ്യുന്നു T20യിലുള്ള. പക്ഷെ ഋഷഭ് പന്ത് ഉള്ളത് കൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ പ്ലേയിങ് 11ൽ കിട്ടുന്ന കാര്യം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഫസ്റ്റ് ചോയ്സ് ആർക്കേ കൊടുക്കത്തുള്ളൂ? ഈ പറയുന്ന ഋഷഭ് പന്തിനെ അവര് കൊടുക്കത്തുള്ളൂ. ഹാർദിക് പാണ്ഡ്യ, നീ ഇനിയൊരു പ്ലെയർ ആയിട്ടൊന്ന് മാന്യമായിട്ട് എങ്ങനെ നിന്ന് കളിക്കും, അഹങ്കാരമൊക്കെ മാറ്റി വെച്ച്. ഇനിയിപ്പോ വേൾഡ് കപ്പ് കഴിഞ്ഞു പറഞ്ഞു, ഞാൻ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞു, നമ്മളെ രോഹിത് ശർമ്മ പോകുന്നു, അതിനുശേഷം ഞാൻ ക്യാപ്റ്റൻ ആകുന്നു, ഞാൻ ക്യാപ്റ്റനായി വിലസും, ഞാൻ പിന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസ് ഞാൻ എന്റെ ചൊൽപ്പടിയിലായിരിക്കും ഇവരെല്ലാവരും എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന ഹാർദിക് പാണ്ഡ്യക്ക് ഹാർദിക് പാണ്ഡ്യ സൂപ്പർ പ്ലെയർ ആണ്. ഇന്ത്യക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു അഭിവാജ്യ ഘടകം തന്നെയാണ് ഹാർദിക്. പക്ഷെ ആസ് എ ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ അവന്റെ അഹങ്കാരം മറ്റുള്ള ടീമിനെ കൂടി നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല. ആ അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അത് ഗംഭീറിനത് 100% ഞാൻ സപ്പോർട്ടാണ് എന്നുള്ളതാണ്. അടുത്ത ശിവം ദൂബെ ഉണ്ട്, അക്ഷർ പട്ടേൽ നമ്മുടെ T20യിൽ ഉണ്ടായിരുന്ന, അതായത് വേൾഡ് കപ്പിൽ അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി വിഷ്ണുവിനെ ചെയ്തു ഇതിലേക്ക്, അതായത് വേൾഡ് കപ്പിൽ ഇല്ലായിരുന്നു രവി വിഷ്ണു, ഈ പറയുന്ന T20യിലേക്ക് രവി വിഷ്ണുയെ തിരിച്ചെടുത്തു. ഹർഷദീപ് സിംഗ്, ഖാലിദ് അഹമ്മദ്, പിന്നെ ആരാണ് മുഹമ്മദ് സിറാജ്. ഈ മുഹമ്മദ് സിറാജും തിരിച്ചു വന്നത്. അപ്പൊ T20 സ്ക്വാഡ് ഇങ്ങനെയാണ്. നമുക്ക് എടുത്തു പറയാനുള്ളത് മറ്റൊന്നുമല്ല, പിന്നീട് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനും ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റനുമായി എന്നുള്ളൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അടുത്തത് നമുക്ക് ODIയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ വൺഡേയിലേക്ക് വന്നാൽ അവിടുത്തെ സ്ക്വാഡ് നമ്മൾ മറ്റാരുമല്ല, നമ്മുടെ T20 കപ്പ് കൊണ്ട് നമുക്ക് നേടിത്തന്ന രോഹിത് ശർമ്മ ഹിറ്റ്മാൻ, ഞാൻ മാറൻ എന്ന് വിളിക്കുന്ന ഹിറ്റ്മാൻ ആരാണ്? രോഹിത് ശർമ്മ
ക്യാപ്റ്റൻ. രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ. ശുമാൻ ഗില്ല് വീണ്ടും അവിടെ. ശുമാൻ ഗില്ലും ഈ പറയുന്ന ഒൻഡയിലും എന്താണ് വൈസ് ക്യാപ്റ്റനാണ്. വിരാട് കോഹ്ലി വിരാട് കോഹ്ലി കളിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിരാട് കോഹ്ലി തിരിച്ചു. അതും ഗംഭീറിന്റെ ഒരു കഴിവാണ്. ഗംഭീർ തന്നെ പറഞ്ഞു നിങ്ങൾ കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ട, ഇനിയിപ്പം ചാമ്പ്യൻസ് ട്രോഫി വരുന്ന സമയത്ത് കൂടുതൽ കളിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി തിരിച്ചു വരുന്നുണ്ട്. KL രാഹുൽ തിരിച്ചു വരുന്നുണ്ട്. ഋഷഭ് പന്ത് വൺഡേയിലുമുണ്ട്, T20യിലുമുണ്ട്. ശ്രേയസ് അയ്യർ, നമുക്കറിയാം ശ്രേയസ് അയ്യറും വൺഡേയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ശിവൻ ദൂബെ 2 ഫോർമാറ്റിലുമുണ്ട്. കുൽദീപ് യാദവ് ഇവിടെയുണ്ട്. പക്ഷേ T20യിൽ കുൽദീപ് യാദവിന് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പോട്ടെ. അപ്പൊ മുഹമ്മദ് സിറാജ് 2 ഫോർമാറ്റിലുമുണ്ട്. വാഷിംഗ്ടൺ സുന്ദരം 2 ഫോർമാറ്റിലുണ്ട്. അർഷദീപ്, റിയാൻ പരാഗ് അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയില്ല, നോക്കാം. അക്ഷർ പട്ടേൽ, ഖാലിദ് അഹമ്മദ്, പിന്നീട് ഹർഷിദ് റാണയും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഒണ്ടേ പര്യടനത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ എടുത്ത് പറയാം, ഈ രോഹിത് ശർമ്മ അടുത്ത വേൾഡ് കപ്പ് വരെ എന്തായാലും പോകത്തില്ല. എനിക്ക് തോന്നുന്നത് ചാമ്പ്യൻസ് ട്രോഫി വരെ ആയിരിക്കും. ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞിട്ട് ചിലപ്പം വിരമിക്കും, അറിയത്തില്ല. എന്തായാലും അടുത്ത വേൾഡ് കപ്പ് വരെ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ ഈ പറയുന്ന ഏതാണ് ഒണ്ടേ പിന്നീട് സ്ക്വാഡിൽ രോഹിത് ശർമ്മ തന്നെയാണ് ക്യാപ്റ്റൻ. അവിടെ ശുമാൻ ഗില്ലും വിരാട് കോഹ്ലിയും KL രാഹുൽ, ഋഷഭ് പന്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഈ പറയുന്ന ഏതിലാണ് നമ്മുടെ ഒണ്ടേ ടീം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ T20യിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. പക്ഷേ ഈ ഒണ്ടയിലേക്ക് നമ്മുടെ സഞ്ജു സാംസണ് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ആരാണ് വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയിൽ ഋഷഭ് പന്തിനെയാണ് അവർ പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും T20 ഇനിയിപ്പം ഈ പറയുന്ന പിന്നെ ശ്രീലങ്ക പര്യടനത്തിന് പോകുന്ന T20യും ഈ വൺഡേയുടെയും പിന്നെ ടീമിനെയാണ് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പിന്നീട് കലഹങ്ങളും അല്ലെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ ഹാർദിക് വരും മറ്റൊമ്പരും മറിച്ചവരും അങ്ങോട്ടും അവിടെ പടലപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ഗംഭീർ ഒരു തീരുമാനമെടുത്തതെന്ന് സാധിക്കും എന്നുള്ള ആ തരത്തിലുള്ള ഗംഭീരമായ തീരുമാനത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ എന്ത് ചെയ്ത് അഹങ്കാരത്തിന് ഇനിയെങ്കിലും ഒരു ശമനം ഉണ്ടാവട്ടെ. ഹാർദിക് പാണ്ഡ്യ ആസ് എ പ്ലെയർ ആയിട്ട് നിന്ന് കളിക്കട്ടെ. ഞാനാണ് ക്രിക്കറ്റിനെയും കാട്ടി വലുതാണ് ഞാൻ എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ആസ് എ പ്ലെയർ ആയിട്ട് നിന്ന് കളിക്കും. അപ്പൊ എന്തായാലും ഹാർദിക് പാണ്ഡ്യ ഇനി അങ്ങോട്ട് T20 ക്യാപ്റ്റനായിട്ട് വരാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇപ്പോ ഇന്നെടുത്ത ഈ പറയുന്ന സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വേൾഡ് കപ്പ് വരെ അവൻ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ. ഇപ്പം ശുമാൻ ഗില്ലിനെ ഈ പറയുന്ന പിന്നീട് പിന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തെങ്കിൽ ഈ പറയുന്ന എപ്പോഴെങ്കിലും സൂര്യകുമാർ യാദവ് ഇല്ലെങ്കിൽ അവിടുത്തെ ക്യാപ്റ്റൻ ആരായിരിക്കും? ഈ പറയുന്ന ശുമാൻ ഗില്ലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഹാർദിക് പാണ്ഡ്യ ഇപ്പം ക്യാപ്റ്റൻസി ഇല്ല, വൈസ് ക്യാപ്റ്റൻസി ഇല്ല, നാണം കെട്ട് പോയതുപോലെയാണ്. എന്ന് വെച്ചാൽ അഹങ്കാരത്തിനുള്ള ഒരു ചുട്ട മറുപടി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ ക്രിക്കറ്റർ ആയാലും ഏത് ഇതിലായാലും ഏത് ഫീൽഡ് ആയിക്കോട്ടെ, അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ടീമിനെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ എന്തായാലും ഇപ്പോ ഈ പറയുന്ന ഗൗതം ഗംഭീർ എടുത്ത തീരുമാനത്തിനോട് ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നു. ഈ പറയുന്ന ആരാണ് നമ്മുടെ സൂര്യകുമാർ എത്രത്തോളം അത് സക്സസ് ആകും എന്നുള്ളത് ബാക്കി പിന്നീടുള്ള കാര്യം. പക്ഷെ ഇപ്പോഴുള്ള തീരുമാനം എന്തായാലും 100% ഞാൻ യോജിക്കുന്നു. സൂര്യകുമാർ യാദവ് ഇവിടെ ഈ പറയുന്ന ശ്രീലങ്കയിൽ പോയി 3-0 ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.